എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കുറേ കാലമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ BPT ആണോ BOT ആണോ നല്ലത് എന്ന് പറഞ്ഞൊരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്നു. അപ്പം ഞാൻ അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. നിങ്ങൾ ഒക്യുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ BOT നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ WFOTയുടെ അക്രഡിറ്റേഷനുള്ള കോഴ്സുകൾ പഠിക്കാൻ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലർ ചോദിച്ചു WFOT നിർബന്ധമാണോ, WFOT എന്തുകൊണ്ട് WFOT അക്രഡിറ്റേഷനുള്ള കോഴ്സുകൾ പഠിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ കോളേജുകൾക്ക് WFOT അക്രഡിറ്റേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്ലാരിഫിക്കേഷനായിട്ട് പറയാം ഏതൊക്കെ കോളേജുകളിൽ പഠിക്കാം, ഞാൻ എന്തുകൊണ്ടാണ് WFOT റെക്കമെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നാട്ടിൽ BOT പഠിച്ചു കഴിഞ്ഞിട്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ WFOT അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, WFOT ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അതൊന്നും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ പലരും ഈ BOT ഒക്കെ പഠിക്കുന്നത് വിദേശത്ത് പോകണം എന്നുള്ള ഒരു ഐഡിയയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ WFOT കുറച്ച് റെലവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ WFOT ഇല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓവർസീസിൽ നിന്ന് പഠിച്ചിറങ്ങി നമ്മൾ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിഗ്രി അസസ്മെൻറ്റിന് WFOTയുടെ അക്രഡിറ്റേഷനുള്ള കോഴ്സ് ആയിരിക്കണം എന്നുള്ളൊരു സ്പെസിഫിക്കേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ BOT കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഴ്സ് പഠിച്ച സമയത്ത് WFOTയുടെ അല്ലെങ്കിൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പിയുടെ അക്രഡിറ്റേഷൻ ഇല്ലാത്തൊരു കോഴ്സാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് വന്നേക്കാം, ചിലപ്പോൾ കിട്ടിയെന്ന് തന്നെ വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും BOTക്ക് പോകുന്ന ആളുകൾ WFOTയുടെ അക്രഡിറ്റേഷൻ ഉണ്ടോ, കറണ്ട് അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് സ്പെസിഫൈ ചെയ്യുന്നത്. ശരിക്കും WFOT എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോളേജിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഒരു ഒരു ക്വാളിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് കരുതാം. വലിയ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും കാരണം ലോകരാജ്യങ്ങളിൽ ലോകത്തെല്ലായിടത്തും ഈ WFOT അംഗീകരിച്ച ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ WFOTയുടെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ കോളേജിനൊരു ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഈ മിക്ക രാജ്യങ്ങളിലെയും രജിസ്ട്രേഷൻ അതോറിറ്റീസ് കരുതുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു റെലവൻസി. സോ അപ്പോൾ നമുക്ക് WFOT ഉള്ള കോളേജുകൾ ഏതൊക്കെയാണ്? അപ്പം അതിനകത്ത് കുറച്ച് കോളേജുകളുണ്ട്. ഇപ്പോൾ കറണ്ട് അക്രഡിറ്റേഷനുള്ള സൗത്ത് ഇന്ത്യയിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കോളേജുകളുടെ പേര് പറയാം. നിങ്ങൾക്ക് SRM യൂണിവേഴ്സിറ്റി ചെന്നൈ, അവിടെ നിങ്ങൾക്ക് അവിടുത്തെ BOT അക്രഡിറ്റേഷൻ ഉള്ള കോഴ്സാണ്. പിന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി, അതായത് മാംഗ്ലൂർ ഉടുപ്പി ഭാഗത്തുള്ള മണിപ്പാൽ യൂണിവേഴ്സിറ്റി, അത് ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് കേട്ടോ BOT പഠിക്കാൻ. ഈ അലൈഡ് ഹെൽത്ത് പ്രോഗ്രാംസിനെല്ലാം തന്നെ അടിപൊളി ഒരു കോളേജാണ് മണിപ്പാൽ. ഓക്കെ, പ്രൈവറ്റാണ്, എന്ത് പറഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള കോഴ്സുകളാണ് റൺ ചെയ്യുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് DY പാട്ടീൽ യൂണിവേഴ്സിറ്റി മുംബൈ, അവിടുത്തെ കോഴ്സിനും WFOTയുടെ അക്രഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പഠിക്കാം ധൈര്യമായിട്ട്. എനിക്കറിയുന്ന എൻ്റെ വളരെ അടുത്തൊരാൾ റീസെൻ്റ്ലി ഈ ഒരു അക്കാഡമിക് ഇയറിലേക്ക് അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. സോ അത് ഞാൻ ഓൾറെഡി അന്വേഷിച്ചതാണ്. WFOT അക്രഡിറ്റേഷൻ ഉണ്ട് DY പാട്ടീൽ യൂണിവേഴ്സിറ്റി. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞത് SRM യൂണിവേഴ്സിറ്റി ആദ്യം പറഞ്ഞു. SRM യൂണിവേഴ്സിറ്റി ചെന്നൈ അവിടെ ഉണ്ട്. പിന്നെ കോവൈ മെഡിക്കൽ കോളേജ്, KMCH കോയമ്പത്തൂർ, അവിടെ കുഴപ്പമില്ല, അവിടെയും അക്രഡിറ്റേഷനുള്ള പ്രോഗ്രാമാണ്. പിന്നെ ഉള്ളത് SV നിർത്തർ, സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ, അത് ഒറീസയിലാണ്. അത് ഈ WFOT അക്രഡിറ്റേഷനുള്ള BOT കോഴ്സ് റൺ ചെയ്യുന്ന ഒരു കോളേജാണ്. അത് കട്ടക്ക് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം. അതോ അതിന് കൽപ്പിത സർവകലാശാല എന്ന രീതിയിലുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ SV നിർത്തർ WFOT അക്രഡിറ്റഡ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവിത യൂണിവേഴ്സിറ്റി ചെന്നൈ, അവിടെയും ശരിക്കും പറഞ്ഞാൽ BOT കോഴ്സ് ഉണ്ട്. ഈ കോഴ്സും അക്രഡിറ്റേഷനുള്ള കോഴ്സാണ്. ഇതൊക്കെയാണ് എനിക്കറിയുന്ന WFOT അക്രഡിറ്റേഷനുള്ള സൗത്ത് ഇന്ത്യയിലെ കോഴ്സുകൾ. ഇപ്പോൾ ബാക്കി പല കോഴ്സുകൾ ഇപ്പം കേരളത്തിൽ എവിടെയോ തൃശ്ശൂരോ മറ്റൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ WFOT അക്രഡിറ്റേഷൻ എടുക്കുക എന്നുള്ളതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ അക്രഡിറ്റേഷൻ പ്രോസസ്സിലായിരിക്കാം. പക്ഷേ അക്കോർഡിംഗ് ടു WFOT വെബ്സൈറ്റ് ഈ 6 കോളേജുകൾക്കാണ് സൗത്ത് ഇന്ത്യയിൽ കറൻ്റ്ലി അക്രഡിറ്റേഷൻ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കോളേജുകൾ എടുക്കുന്നതായിരിക്കും കുറേയും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് കാര്യം.
അപ്പോൾ എൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഇതാണ്, നിങ്ങൾ പുറത്തേക്ക് പോകാൻ ഉള്ള ആളുകളാണെങ്കിൽ W40 ഉണ്ടെങ്കിൽ അത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലൊക്കെ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് W40 എന്തായാലും വേണം. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, പക്ഷേ നാട്ടിൽ തന്നെ നിൽക്കാൻ അത് തന്നെയാണ് പ്ലാനെങ്കിൽ W40 ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും നാട്ടിൽ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇറക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇങ്ങനെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും സാരമില്ല, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ നോക്കാം. ഏതായാലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.